Hi, good morning. Good morning, dear friends and followers. Good morning, good morning, good morning, good morning. Have a nice day. Good morning, sister and brother. Okay, അങ്ങോട്ടൊക്കെ കാറ്റുണ്ടോ? ഇവിടെ നന്നായിട്ട് കാറ്റുണ്ട്. കാറ്റും കുറേ പ്രശ്നങ്ങൾ കാലാവസ്ഥ കാരണം കുറച്ചേറെ അവസ്ഥകൾ. ഇപ്പോൾ പനിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കുറഞ്ഞ് തൊണ്ടയുടെ ഒച്ചപ്പാടൊക്കെ ഒന്ന് ക്ലിയറായി വരുന്നുണ്ട്. ഞാനിപ്പോൾ ടെറസിൻ്റെ മണ്ടയിലേക്കാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? ആ 2 പപ്പായ പറിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ രാവിലെ. നിൽക്കുന്നതില്ലേ കപ്പളങ്ങയെ പറിച്ച് വെച്ചേക്കുന്നതാണ്. ഇതാ നിൽക്കുന്ന പപ്പായ ഉണ്ട്, അതിലൊന്നുമില്ലേ. ഇതാ ടെറസിൻ്റെ ഇരിക്കുന്നത് രാവിലെ. ഓക്കെ, നല്ല രസമല്ലേ ഇങ്ങനെ ഇരിക്കുക. ഇവിടെയൊക്കെ കാണാനൊക്കെ എന്താ നല്ല ഭംഗിയല്ലേ. ഓക്കെ, സൂപ്പറാണ്. എനിക്ക് വീട്ടിനകത്തിരിക്കുന്നേക്കാളൊക്കെ നല്ലത് ഇവിടെ ഇരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് കഴിഞ്ഞു പോവുകയല്ലെങ്കിൽ മിക്കവാറും വിളകളിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിരിക്കും. ഇനി പോണം. വാഴയ്ക്ക് വെള്ളം കോരിയിട്ടില്ല, ഇത്രയും നേരമായി. വാഴയ്ക്ക് വെള്ളം കോരി കുറച്ച് തുണികളൊക്കെ അലക്കി തോട്ടുംകരയിലേക്കാണ് കേട്ടോ. തോടൊക്കെ കാണാൻ നല്ല രസമാണ്. പണേ അതുപോലെയാണ്. കൃഷി ചെയ്തൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മുടെ സ്ഥലമൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവിടെ പിന്നെ പോയി കഴിഞ്ഞാൽ കയറി വരാൻ പറ്റത്തില്ല. അത്ര നല്ല രസമാണ് കാണാനൊക്കെ. രാജേഷ്, മൈ ബ്രദർ, ഞാൻ എന്ത് തൊണ്ടെന്നു ചോദിച്ചേ. എൻ്റെ വീഡിയോ തീർത്ത് കണ്ടില്ലല്ലേ? അത് ഞാൻ എൻ്റെ ഒരു ഡൂപ്പിനുണ്ടാക്കിയതാ. എൻ്റെ ഒരു മാമനെന്നും പറഞ്ഞൊരു വ്യക്തി. ഒന്നും തോന്നല്ലേ, പുള്ളിക്കാരൻ പറയല്ലേ, കണ്ട ഇരട്ട സഹോദരങ്ങളെന്നാ തോന്നുന്നേന്ന്. അതൊക്കെയാണ് കേട്ടോ, ഇറ്റ്സ് ഓക്കെ. സോ ബ്രദർ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് ഈ മാമനോടൊന്നും തോന്നല്ലെന്നല്ലേ? ഓക്കെ, അതെൻ്റെ ഡ്രസ്സല്ലേ ഇട്ട് ചെയ്തേക്കുന്നത്. എന്നെ പോലെ അല്ലേ ഇരിക്കൂ, അതുകൊണ്ടല്ലേ മുഖം കാണിക്കാത്തേ. അപ്പോൾ അതൊന്ന് രാജേഷ് ആ വീഡിയോസ് ഒന്ന് തീർത്ത് കണ്ടേക്കണേ. യെസ് ബ്രദർ. ഓക്കേ, ഇവിടെയൊക്കെ നല്ല കാറ്റാണ്. ഇപ്പം ഞാനിവിടെ കയറിയിരുന്നതിന് ശേഷം കാറ്റ് ഒന്ന് കുറവാണ്. ഒറ്റയ്ക്കൊക്കെ ഇതൊക്കെ രസം. സ്വന്തമായിട്ട് മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ഇങ്ങനെയുള്ള അന്തരീക്ഷങ്ങളൊക്കെ നമ്മളെന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇത് രസമായി. എന്നെ ഓരോരുത്തരും ഓരോ ചീത്ത വാക്കുമൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഈ പ്രദേശത്ത് എങ്ങോട്ടും പോയി സഹകരണമൊന്നുമില്ല. പ്രത്യേകിച്ചും വീട്ടിൽ ഹൗസ് വൈഫാണ്. വിളയിലും എന്തൊക്കെ ചെയ്ത് നമുക്ക് നാളെ എടുക്കാനുള്ള ആദായം എന്തെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ രീതി. പിന്നെ ഞാൻ ആരുടെയും റീലിലോ പ്രത്യേകിച്ച് ഒരു വീഡിയോയിലും അവരേത് ഡ്രസ്സ് അല്ലെങ്കിൽ അവരെന്താണ് ഇടുന്നത് അങ്ങനെയൊന്നും ഞാനങ്ങനെ നോക്കാറില്ല. പക്ഷേ വീഡിയോസ് തീർത്തും കണ്ടതിന് ശേഷം ഏതായാലും അതൊരു ബ്യൂട്ടിഫുൾ എന്ന്, സോ ക്യൂട്ട്, ഇതിലപ്പുറം എന്താണ്?
അവരവരുടെ അവകാശങ്ങളാണ്, അവരവരുടെ രീതികളാണ്, ഇഷ്ടങ്ങളാണ്. ഇതാ പോയി ഇതാ വന്ന് എന്ന് സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞതുപോലെ മനുഷ്യജീവിതം ആരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. പിന്നെ ചില വ്യക്തികൾ ചില വീടിനടയിൽ വന്ന് ചില റീലുകൾ ഇടുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ വൈരാഗ്യം കൊണ്ട് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചില അപരാധ രീതികൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേത് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നതായാലും ശരി തന്നെയാണ്, അതിന് ഏത് പോലീസ് സ്റ്റേഷനിലെ മേലുദ്യോഗസ്ഥനായാലും ശരി തന്നെയാണ്. നമ്മൾ തെറ്റില്ല എങ്കിൽ ഓക്കെയാണ്, 100% നമുക്ക് പേടിക്കാതെ തന്നെ മറുപടി പറയാം. അത്തരം സാഹചര്യങ്ങളിൽ മറുപടി പറയുകയും വീഡിയോ എടുത്തിടുകയും ചെയ്യും. അത് ഞാനെന്നല്ല, ഏത് വ്യക്തിയും അങ്ങനെ തന്നെ ചെയ്യും. സോ എൻ്റെ സഹോദരങ്ങളെ, അതൊന്നും കണ്ട് നിങ്ങൾ ബേജാറാകണ്ട. അതെൻ്റെ വ്യക്തിപരമായ കാര്യം. എന്നെ ആരെങ്കിലും മുഖത്ത് നോക്കി എനിക്കിഷ്ടപ്പെടാത്ത, ഞാൻ ആരെയൊന്നും പറയുന്നതിന് മുന്നേ ആരോടെങ്കിലുമുള്ള വൈരാഗ്യങ്ങൾ എൻ്റെ മുൻപിൽ തീർക്കാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് സ്വാഭാവികമായ ആരായാലും അതിലുപരിയായി പ്രവർത്തിക്കും. അത് സ്വാഭാവികമാണ്. പിന്നെ നമ്മളിങ്ങനെയൊന്നും അല്ല ആവേണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതാ പോയി ഇതാ വന്ന്, ഇതാ മനുഷ്യജീവിതം. ഞാനങ്ങനെ ആരോടും വളരെയേറെ അങ്ങനെ സഹകരിക്കാൻ പോകാറില്ല. എനിക്കെൻ്റേതായ കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഓക്കെയാണ്. ഇറ്റ്സ് ഓക്കെ. 100% 100% എന്ന് പറഞ്ഞതുപോലെയാണ്. 100% തന്നെയാണ്. 100% എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കഴിവാണ് ഞാനിവിടെ എത്തിയത്. ഞാനും മകനും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഒരുവിധം നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, അവന് തീരെ സമയം ഉണ്ടാവില്ല. ഹസ്ബൻഡിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹം അതിന് മുൻകൈ എടുത്ത് എന്നെ ഇതുവരെ കൊണ്ടുവന്നു. അത്രയേറെ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുമായി കൂട്ടില്ല. പിന്നെ എൻ്റെ കൂട്ട് നമ്മുടെ ഫേസ്ബുക്കിലെ ഒത്തിരി സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് ഒക്കെ ഇതൊക്കെയാണ്. പിന്നെ എന്നെ അറിയാം, കുറച്ച് വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ പിന്നീട് എന്തോ ഫോളോവേഴ്സൊക്കെ 25K ആയെന്നോ എന്തൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് പേർ ചൊറിയുന്നുണ്ട്. ശുദ്ധ മണ്ടത്തരമെന്നേ ഞാൻ പറയാറുള്ളൂ. നെഗറ്റീവ്സ് കമൻറ്റുകളൊക്കെ ഇടുന്നവർ ഇട്ടേക്കും. പിന്നെ നെഗറ്റീവ്സ് കമൻറ്റൊക്കെ 5000 കമൻറ്റ്സ് ഒത്തിരി ചീത്ത വിളിയൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ ഇതുവരെയൊക്കെ എത്തിയ ആളാണ്. പിന്നെ ചില സ്ത്രീ കഥാപാത്രങ്ങൾ വന്ന് വീട്ടുമുറ്റത്ത് വന്ന് ചീത്ത വിളിച്ച് അപരാധം പറയുന്നത് പോലെ ആയിരുന്നില്ല. പറയുന്നവർ പലതും പറയും, അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പല വീഡിയോസുകളും പല ചാനലുകളിലൊക്കെ അങ്ങനെയാണ്. നെഗറ്റീവ്സ് കമൻറ്റൊക്കെ അവിടെ കിടക്കും. അതൊന്നും നോക്കാതെ മുന്നോട്ട് പോകും. പിന്നെ ചിലർ വിചാരിക്കും ഒറ്റ വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒറ്റ വാക്കുകൊണ്ട് അവർ തളർത്തിക്കളയും. അങ്ങനെയൊന്നും തളരുന്നൊരു വ്യക്തിയല്ല ഞാൻ. കാരണം എനിക്ക് സ്വന്തമായൊരു നിലപാടുണ്ട്. ഒരിക്കലും എന്നെ തളർത്താത്ത അത്ര വിധം സ്നേഹിക്കുന്ന എൻ്റെ മകനും എൻ്റെ ഹസ്ബൻഡും ഒരു സഹപാഠി എന്നിടത്തോളം, എൻ്റെ കൂടെ ഉള്ള അടുത്തോളം ഒരിക്കലും ഞാൻ തളരില്ല. അതുകൊണ്ട് റീകമൻ്റ് ഇടുന്ന സഹോദരങ്ങളോടും സഹോദരികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് നീങ്ങുന്നതാണ്. ഇറ്റ്സ് ഓക്കെ, സമ്മതിച്ചു. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലേക്കും കുഴപ്പമില്ല. പക്ഷേ
ഞാൻ ഇപ്പം നമ്മളൊക്കെ ഏതൊക്കെ തരത്തിലെത്തിയാലും എത്ര പണത്തിലെത്തിയാലും ഉയരത്തിലെത്തിയാലും ശരി തന്നെയാണ്, നമ്മളൊരാളെ കാത്തിരിപ്പുണ്ട്. അതിപ്പോൾ ഞാൻ ഈ ടെറസിൻ്റെ മണ്ടയിൽ ഇപ്പം ഇരിക്കുന്നു, പിന്നെ കണ്ടാലായി കണ്ടില്ലെങ്കിലായല്ലേ. ഇതൊക്കെ ഓർക്കുക, വന്നതും പോയതും ഒക്കെ ഓർക്കുക. ഒത്തിരി മലയാളീസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലധികം മറ്റ് വിദേശത്തുള്ള ഭാഷ, മറ്റ് പല വ്യക്തികൾ, എല്ലാ ഭാഷയിലും മതത്തിലും ഒക്കെ ചേർന്ന സഹോദരികൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ 1000 നന്ദി. പിന്നെ എനിക്ക് എൻ്റേതായ കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങളെയൊക്കെ ഒരു നാൾ കാണാൻ കഴിയും നേരിട്ട് എന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. അങ്ങനെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സഹോദരങ്ങളെ, ബായ്. കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇത്ര നീട്ടിയാലും കുറച്ചാലും, അതായത് എൻ്റെ വീഡിയോസ് എല്ലാം ലെന്താ നീളമുള്ളതല്ലേ, എന്തെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും കമൻ്റ് ഇടുന്നു. കുഴപ്പമില്ല, ഒക്കെ നല്ലതാണ്. അഭിപ്രായങ്ങൾ ആർക്കും പറയാം. ഏത് അഭിപ്രായമായാലും. പിന്നെ തീരെ മോശപ്പെട്ടത് കേൾക്കുമ്പോൾ പിന്നെ എനിക്കറിയാം വിവരം അത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളത്, വള്ളി വാര പൂജ്യം ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ബായ്, ഒരിക്കൽ കൂടി ബായ്. ഓക്കേ.